വൈശാഖം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹനിർഭരമായ സ്വാഗതം. കർക്കടക മാസത്തിൽ ജനിച്ച വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ച് ആരും തുറന്നു പറയാത്ത ചില വലിയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നിങ്ങളുടെ കടന്നുപോയ കാലവും ഇപ്പോഴത്തെ അവസ്ഥയും ഇനി വരാനിരിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങളും വരികളിലൂടെ വിരൽ ചൂണ്ടുകയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പഴമക്കാർ പറയാറുള്ളതുപോലെ കർക്കടകം എന്നാൽ കഷ്ടപ്പാടിന്റെയും വറുതിയുടെയും കാലമായിരിക്കാം. എന്നാൽ ജ്യോതിഷശാസ്ത്രപ്രകാരം ഇതേ കർക്കടകത്തിൽ ജനിച്ച കുട്ടികൾക്കും മുതിർന്നവർക്കും വരാനിരിക്കുന്ന നാളുകൾ വലിയൊരു വഴിത്തിരിവിന്റെ പ്രകാശവലയമാണ് കാത്തുവച്ചിരിക്കുന്നത് എന്ന് ഗ്രഹങ്ങളുടെ സൂചനകൾ വ്യക്തമാക്കുന്നു. നമ്മുടെ മനസ്സിന്റെ കാരകനായ ചന്ദ്രന്റെ സ്വന്തം വീടാണ് കർക്കടകം എന്ന് പറയുന്നത്. അതുകൊണ്ടുതന്നെ അലതല്ലുന്ന കടൽ പോലെ തീക്ഷ്ണമായ വികാരങ്ങളും അതേസമയം ശാന്തമായ പ്രകൃതവും ഒരുപോലെ കൊണ്ടുനടക്കുന്ന സവിശേഷ വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ. കർക്കടകത്തിൽ ജനിച്ച മനുഷ്യർ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള സ്നേഹവും അലിവും കരുതലുമല്ലാതെ മറ്റൊന്നും ഉണ്ടാകാറില്ല. അമ്മയുടെ ഹൃദയമാണ് കർക്കടകക്കാർക്കുള്ളത് എന്ന് ജ്യോതിഷത്തിൽ പറയുന്നതും ഇതുകൊണ്ടാണ്. സ്വന്തം ഇല്ലായ്മകളും വിശപ്പും പോലും മറന്ന് മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം നിങ്ങളിൽ ജന്മനാ തന്നെയുണ്ട്. പക്ഷേ ഈയൊരു നല്ല ഗുണം തന്നെയാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമായി മാറുന്നതും. ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കുക, സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്കു വേണ്ടി പണം ചിലവഴിക്കുക, ഒടുവിൽ സഹായിച്ചവരിൽ നിന്നു തന്നെ കടുത്ത വഞ്ചനകൾ ഏറ്റുവാങ്ങുക. ഇതൊക്കെ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ സ്ഥിരം കാഴ്ചകളായിരിക്കാം. കഠിനാധ്വാനം ചെയ്ത് ഒരു കാര്യത്തിന്റെ അടിത്തറ നിങ്ങൾ പാകുമ്പോൾ അതിന്റെ ഫലം അനുഭവിക്കാൻ വേറെ ആരോ ഒക്കെ വലിഞ്ഞു കയറി വരുന്നത് നിങ്ങൾ ഒരുപാട് വട്ടം അനുഭവിച്ചിട്ടുണ്ടാകാം. ശത്രുതകളും അസൂയയും നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ എപ്പോഴും പുറകിൽ തന്നെയുണ്ടാകും. അനാവശ്യമായ കണ്ണേറും ദൃഷ്ടിദോഷവും നിങ്ങളുടെ കുടുംബജീവിതത്തിലും തൊഴിലിലും പലപ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിച്ചതായി അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ രാശിയുടെ ഈ അമിത സെൻസിറ്റിവിറ്റിയാണ്. ആരെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ച് സംസാരിച്ചാൽ അന്നത്തെ ദിവസം മുഴുവൻ ഉള്ളുരുകി ഉറക്കം നഷ്ടപ്പെടുന്ന ആ ഒരു മനസ്സ് നിങ്ങൾ പരുവപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണീരിന്റെ കഥകൾ മാത്രമേ പറയാൻ കാണൂ. കുട്ടിക്കാലം മുതൽക്കേ പലവിധത്തിലുള്ള കഷ്ടപ്പാടുകളും മാനസിക വിഷമങ്ങളും അനുഭവിച്ചായിരിക്കാം നിങ്ങൾ വളർന്നുവന്നത്. കൂടെപ്പിറപ്പുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടും ഒടുവിൽ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന ചോദ്യം ചോദിച്ച് നെഞ്ചുപൊള്ളിച്ചപ്പോൾ ഉള്ളിൽ കരഞ്ഞ് പുറത്തു ചിരിച്ച എത്രയോ സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. വർത്തമാനകാലത്തിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും സാമ്പത്തികമായ ചില ഞെരുക്കങ്ങളും കടബാധ്യതകളും നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. എങ്കിലും ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ വരാനിരിക്കുന്ന കാലം നിങ്ങൾക്ക് വലിയ ധനയോഗവും ഭാഗ്യയോഗവും ഒരുപോലെ കൊണ്ടുവരാൻ അനുകൂലമായ സൂചനകളാണ് കാണിക്കുന്നത്. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് പ്രവചിക്കപ്പെടുന്നത്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പുതിയ പങ്കാളിത്തങ്ങൾ വരാനും ചെയ്യുന്ന ബിസിനസ് വിപുലീകരിക്കാനും അനുകൂലമായ സമയമാണ്. ചെറിയൊരു പെട്ടിക്കട നടത്തുന്ന ആളാണെങ്കിൽ പോലും അതിൽ നിന്നും മികച്ച ലാഭം കൊയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഗ്രഹാനുകൂല്യം ഇപ്പോൾ കാണുന്നുണ്ട്. ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ ഒരു പുതിയ മികച്ച ജോലിയിലേക്കുള്ള മാറ്റമോ നിങ്ങളെ തേടിവരാൻ സാധ്യതയുണ്ട്. വരുമാനത്തിൽ വലിയ തോതിലുള്ള വർധനവ് ഉണ്ടാകുമെന്നാണ് ഗ്രഹനിലകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക പുരോഗതി പുതിയ നിക്ഷേപങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് വലിയൊരു പ്രചോദനം നൽകിയേക്കാം. ഭൂമിയോ വീടോ വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങി ലോണുകളോ മറ്റ് സാമ്പത്തിക സഹായങ്ങളോ എളുപ്പത്തിൽ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അനുകൂലമായി ഭവിച്ചേക്കാം. കുടുംബജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ ദാമ്പത്യത്തിലുണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും മാറി പരസ്പര ധാരണയും സ്നേഹവും തിരികെ വരാൻ സാധ്യത കാണുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ പണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടപെടൽ കാരണമോ ഉണ്ടായ വലിയ വഴക്കുകൾ പോലും ഈ സമയത്ത് ഒത്തുതീർപ്പിലെത്തിക്കാൻ സാധിച്ചേക്കാം. പ്രണയിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്കെത്തിക്കാനുള്ള ചർച്ചകൾ വിജയകരമായി മുന്നോട്ടു കൊണ്ടുപോകാം. മക്കളുടെ പഠനകാര്യത്തിലുണ്ടായിരുന്ന ആശങ്കകൾ ഒഴിയും. അവർക്ക് നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാനാവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചേക്കാം. സന്താനയോഗത്തിനായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് വിശ്വാസപ്രകാരം ശുഭവാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും സഹോദരങ്ങളുമായും ബന്ധുക്കളുമായും ഉണ്ടായിരുന്ന പഴയ അകൽച്ചകൾ മാറി സൗഹൃദം പുനഃസ്ഥാപിക്കപ്പെടാനും ജ്യോതിഷപരമായി വഴിതെളിയാം. സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണ
ഈ സുപ്രധാന സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ അതേസമയം തന്നെ നിങ്ങളുടെ സന്തോഷവും വളർച്ചയും കണ്ട് അസൂയ പൂണ്ട ചിലർ പുതിയ തന്ത്രങ്ങൾ മെനയാൻ സാധ്യതയുള്ളതിനാൽ വ്യക്തിപരമായ കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അയൽപ്പക്കങ്ങളിൽ ഉള്ളവരോടോ അല്ലെങ്കിൽ ഓഫീസിലെ സഹപ്രവർത്തകരോടോ നിങ്ങളുടെ പുതിയ സമ്പാദ്യങ്ങളെക്കുറിച്ചോ വലിയ വിജയങ്ങളെക്കുറിച്ചോ വാതോരാതെ സംസാരിക്കുന്നത് അനാവശ്യമായ ദൃഷ്ടിദോഷം ക്ഷണിച്ചുവീർത്തും. വിദേശയാത്രയ്ക്കോ വിദേശത്ത് മികച്ച ജോലി ലഭിക്കാനോ ആഗ്രഹിക്കുന്ന കർക്കടകക്കാർക്ക് അതിനുള്ള വലിയ വിദേശയോഗം തെളിയുന്നതായി കാണുന്നുണ്ട്. മുൻപ് പല കാരണങ്ങളാൽ തടസ്സപ്പെട്ടുപോയ വിസ നടപടികൾ ഈ അനുകൂല സമയത്ത് വേഗത്തിലാകാൻ സാധ്യതയുണ്ട്. യാത്രകൾ വഴി പുതിയ അനുഭവങ്ങളും ജീവിതത്തിൽ വലിയ നല്ല മാറ്റങ്ങളും ഉണ്ടാകാം. മാനസികമായി വലിയൊരു സമാധാനവും ആശ്വാസവും ഈ കാലയളവിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മുൻപുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വയറിനോ നെഞ്ചിനോ സംബന്ധമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിരുന്നവർക്ക് അതിൽ നിന്നും പൂർണ്ണമായ ആശ്വാസം ലഭിച്ചേക്കാം. എങ്കിലും ഭക്ഷണകാര്യങ്ങളിൽ കൃത്യത പുലർത്തുന്നത് എപ്പോഴും നല്ലതാണ്. കടബാധ്യതകൾ കാരണം ഉറക്കം നഷ്ടപ്പെട്ട നിസ്സഹായമായ ദിവസങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറാൻ പോവുകയാണ്. പഴയ ലോണുകൾ പൂർണ്ണമായി അടച്ചു തീർക്കാനും പുതിയൊരു സമ്പാദ്യശീലം വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സിന് എപ്പോഴും ഒരു പ്രത്യേക കഴിവുണ്ട്. എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെയുള്ള ഒരു രാജയോഗത്തിന്റെ ലക്ഷണങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. ഈ അനുകൂലമായ മാറ്റങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ആത്മീയമായ ചില ശീലങ്ങൾ കൂടെ കൊണ്ടുപോകുന്നത് നല്ലതാണെന്ന് പലരും പറയാറുണ്ട്. നിങ്ങളുടെ രാശ്യാധിപനായ ചന്ദ്രന്റെ ദേവതയായ പാർവതീദേവിയെയും ഭഗവാൻ ശിവനെയും ആരാധിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ധാരയോ പിൻവിളക്കോ വഴിപാടായി കഴിക്കുന്നത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കും. ദിവസേന രാവിലെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി ലളിതാ സഹസ്രനാമമോ ശിവപഞ്ചാക്ഷരി മന്ത്രമോ ജപിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ സഹായിക്കും. മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ക്ഷേത്രത്തിൽ പോയി സ്വയം സൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും സാധുക്കളായ ആളുകൾക്ക് അന്നദാനമോ വസ്ത്രദാനമോ നൽകുന്നതും ജീവിതത്തിലെ വലിയ തടസ്സങ്ങളെ ദൂരീകരിക്കാൻ വിശ്വാസപ്രകാരം ഉത്തമമായി കരുതപ്പെടുന്നു. ആഴ്ചയിലൊരിക്കൽ വീട്ടിൽ കർപ്പൂരാരതി ഒഴിയുന്നതും കുടുംബത്തിലെ ദൃഷ്ടിദോഷങ്ങൾ മാറാൻ സഹായിക്കും. പക്കപ്പിറന്നാൾ ദിവസങ്ങളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനസാമഗ്രികൾ വാങ്ങി നൽകുന്നത് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും ഐശ്വര്യത്തിനും കാരണമാകുമെന്ന് പൂർവികർ പറയാറുണ്ട്. ജീവിതമെന്ന് പറയുന്നത് സുഖദുഃഖങ്ങൾ മാറിമറിയുന്ന ഒരു വലിയ ചക്രമാണ്. കഴിഞ്ഞകാല പ്രതിസന്ധികളിൽ തളരാതെ ഉറച്ചുനിന്ന നിങ്ങൾക്കിനി വരാനിരിക്കുന്ന നല്ല നാളുകളെ അതീവ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കാം. ജ്യോതിഷം നൽകുന്ന ശുഭസൂചനകൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് കൂട്ടുപിടിച്ച് മുന്നോട്ടു പോയാൽ വിജയം നിങ്ങളെ തേടിയെത്തും എന്നതിൽ സംശയമില്ല. കണ്ണീരിന്റെ ദിനങ്ങൾ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പുഞ്ചിരിയുടെയും വലിയ വിജയത്തിന്റെയും നാളുകളാണ് വരാൻ പോകുന്നത്. നമ്മൾ നാട്ടിൻപുറങ്ങളിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. കർക്കടകത്തിലെ കറുത്ത ഇരുളടഞ്ഞ മേഘങ്ങൾ മാറി ചിങ്ങമാസത്തിലെ കനകവെയിൽ ഉദിച്ചുയരുമെന്ന്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇപ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ ആഴം അളക്കാൻ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പ്രതിസന്ധികളെ നേരിടാനുള്ള നിങ്ങളുടെ മനക്കരുത്തും. എത്രയൊക്കെ തളർത്താൻ നോക്കിയാലും വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുന്ന നിങ്ങളുടെ ആ ഒരു സ്വഭാവം തന്നെയാണ് വരുംകാലങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ തുണയായി മാറാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പഴയ കാരണവന്മാർ പറയാറുള്ള ഒരു കാര്യമുണ്ട്. കർക്കടകത്തിൽ കഞ്ഞി കുടിച്ചവൻ കാർത്തികയിൽ കനകം വാരും എന്ന്. അത് വെറുതെ പറയുന്നതല്ല. കർക്കടകക്കൂറുകാരുടെ ജീവിതത്തിന്റെ ആദ്യ പകുതി എപ്പോഴും ഒരു പരീക്ഷണഘട്ടമായിരിക്കും. ചെറുപ്പം മുതലേ കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടായിരിക്കും നിങ്ങൾ ഇന്നത്തെ ഈ നിലയിൽ എത്തിനിൽക്കുന്നത്. മറ്റുള്ള കുട്ടികൾ കളിച്ചു നടന്ന പ്രായത്തിൽ കുടുംബത്തിന്റെ ഭാരം ചുമലിലേറ്റിയവരോ അല്ലെങ്കിൽ സ്വന്തം ആഗ്രഹങ്ങൾ മനസ്സിലൊതുക്കി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സംരക്ഷിക്കാൻ കഷ്ടപ്പെട്ടവരോ ആയിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും. നിങ്ങളുടെ നല്ല ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെക്കാൾ വലിയൊരു സുഹൃത്തോ കാവൽക്കാരനോ വേറെയാർക്കും കിട്ടാനില്ല. ആരെങ്കിലും ഒരു ആപത്തിൽപ്പെട്ടാൽ സ്വന്തം പോക്കറ്റിൽ പണമില്ലെങ്കിൽ പോലും കടം വാങ്ങിയെങ്കിലും സഹായിക്കുന്ന ഒരു വലിയ മനസ്സ് നിങ്ങൾക്കുണ്ട്. പക്ഷേ കാലം കരുതിവെച്ച വിരോധാഭാസം എന്തെന്നാൽ നിങ്ങൾ ആർക്കാണോ ഏറ്റവും കൂടുതൽ നന്മ ചെയ്തത് അവരിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടികൾ കിട്ടിയിട്ടുള്ളത്. നിങ്ങളോട് പണം വാങ്ങിപ്പോയ പലരും അത് തിരികെ തരാതെ നിങ്ങളെ ശത്രുവായി കണ്ട അനുഭവങ്ങൾ എത്രയോ ഉണ്ടാകാം. ജ്യോതിഷപരമായി ഇതിനെ പറയുക
രാശിയുടെ ദോഷഫലങ്ങൾ എന്നല്ല, മറിച്ച് നിങ്ങളുടെ ചന്ദ്രന്റെ സ്വാധീനവലയത്തിൽ വരുന്ന അമിതമായ ദയയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം. വർത്തമാനകാലത്തിലേക്ക് നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ പല വിധത്തിലുള്ള കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നുപോകുന്നത്. തൊഴിൽ മേഖലയിൽ വലിയൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തോ ഒരു അദൃശ്യശക്തി നിങ്ങളെ പുറകോട്ട് വലിക്കുന്നതായി നിങ്ങൾക്ക് നിരന്തരം തോന്നുന്നുണ്ടാകാം. ബിസിനസ്സിൽ വിചാരിച്ചത്ര പുരോഗതി കാണാത്തതിനാലോ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് അർഹതപ്പെട്ട പ്രമോഷൻ മറ്റൊരാൾ തട്ടിയെടുത്തതിനാലോ ഉള്ള നിരാശയും സങ്കടവും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കെടാതെ നിൽക്കുന്നുണ്ടാകാം. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഒരു വശത്തുകൂടി പണം വരുന്നുണ്ടെങ്കിലും മറുവശത്തുകൂടി അത് എങ്ങോട്ടെന്നില്ലാതെ ചോർന്നുപോകുന്ന അവസ്ഥയാണ് നിങ്ങളുടേത്. വീട്ടുചെലവുകൾ, വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ വന്നെത്തുന്ന മെഡിക്കൽ ചെലവുകൾ എന്നിവ നിങ്ങളുടെ സമ്പാദ്യത്തെ മുഴുവൻ വിഴുങ്ങുന്നുണ്ടാകാം. എന്നാൽ ഇവിടെയാണ് ജ്യോതിഷത്തിന്റെ കൃത്യമായ പ്രവചന സാധ്യതകൾ പ്രസക്തമാകുന്നത്. ഈ വരുന്ന കർക്കടക മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ധനയോഗത്തിന് വഴിതുറക്കുന്നതായി കാണുന്നുണ്ട്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന വലിയൊരു തുക അല്ലെങ്കിൽ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ വിധി വരാൻ വലിയ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ സർക്കാർ ജോലിക്കു വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ജ്യോതിഷപരമായി വളരെ അനുകൂലമായ സമയമാണിത്. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും മികച്ച വിജയം നേടാൻ ഈ കാലയളവ് നിങ്ങളെ സഹായിച്ചേക്കാം. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കമ്പനിയിൽ വലിയൊരു സ്ഥാനം ലഭിക്കാനും നിങ്ങളുടെ കഴിവിനെ മേലധികാരികൾ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ മേഖലകളിലേക്ക് നിക്ഷേപം വ്യാപിപ്പിക്കാൻ പറ്റിയ സമയമാണിത്. പ്രത്യേകിച്ച് കൃഷിവസ്ത്ര വ്യാപാരം, ഹോട്ടൽ വ്യവസായം അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾക്ക് ഇരട്ടി ലാഭം കൊയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഗ്രഹചൈതന്യം നിങ്ങളുടെ രാശിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. പണമിടപാടുകളിൽ മുൻപ് പറ്റിയ അമളികൾ മനസ്സിൽ വെച്ചുകൊണ്ട് പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുമ്പോൾ നിയമവിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമ്പോൾ തന്നെ കടങ്ങൾ വീട്ടാൻ മുൻഗണന നൽകുക. വർഷങ്ങളായി നിങ്ങളുടെ ഉറക്കം കെടുത്തിയ വലിയൊരു ലോൺ അല്ലെങ്കിൽ വ്യക്തിപരമായ ബാധ്യത ഈ സമയത്ത് പകുതിയിലധികം തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ജ്യോതിഷപരമായ സൂചനകൾ വ്യക്തമാക്കുന്നു. കുടുംബജീവിതത്തിന്റെ അന്തരീക്ഷം എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന ഒന്നാണ്. കർക്കടകക്കൂറുകാർക്ക് കുടുംബമെന്നാൽ ജീവനാണ്. ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ചെറിയൊരു വാക്കുപോലും നിങ്ങളെ വലിയ രീതിയിൽ മുറിവേൽപ്പിക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കുടുംബത്തിൽ നിലനിന്നിരുന്ന കരിനിഴലുകൾ മാറിപ്പോകുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ പുതിയൊരു പ്രകാശം പരക്കാൻ വലിയ സാധ്യതയുണ്ട്. പരസ്പരം മനസ്സിലാക്കാനും പഴയ തെറ്റിദ്ധാരണകൾ സംസാരിച്ചു തീർക്കാനും ഈ സമയം നിങ്ങളെ സഹായിക്കും. മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ആശങ്കപ്പെടുന്നുണ്ട് എന്നെനിക്ക് നന്നായി അറിയാം. അവരുടെ പഠന വൈകല്യങ്ങളോ അല്ലെങ്കിൽ അനുസരണക്കേടോ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടാകാം. എന്നാൽ വിഷമിക്കേണ്ട, വരാനിരിക്കുന്ന മാസങ്ങളിൽ അവരുടെ പഠനനിലവാരം ഉയരുകയും ഉയർന്ന മാർക്കോടെ അവർ പരീക്ഷകളിൽ വിജയിക്കുകയും ചെയ്യും. ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരദേശങ്ങളിലോ പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് അതിനുള്ള വഴി തെളിയും. മക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകാതെ നിൽക്കുന്ന മാതാപിതാക്കൾക്ക് ഈ സമയത്ത് അനുയോജ്യമായ ആലോചനകൾ ഒത്തുവരാനും മംഗല്യഭാഗ്യം സിദ്ധിക്കാനും സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ അല്പം അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവരേക്കാൾ നിങ്ങൾ എപ്പോൾ താഴെ വീഴും എന്ന് നോക്കിയിരിക്കുന്ന ബന്ധുക്കളായിരിക്കാം നിങ്ങൾക്ക് ചുറ്റും കൂടുതലുള്ളത്. നിങ്ങളുടെ സമ്പത്തോ വാഹനമോ കണ്ട് അസൂയപ്പെടുന്നവരുടെ ദൃഷ്ടിദോഷം മാറാൻ വീടുകളിൽ കൃത്യമായ പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ വലിയൊരു പുരോഗതി ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അവരുടെ ചികിത്സയ്ക്കായി വലിയ തുക ചെലവഴിക്കേണ്ടി വന്നിരുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. സഹോദരങ്ങളുമായി ഭൂമി സംബന്ധമായോ പണസംബന്ധമായോ ഉണ്ടായിരുന്ന തർക്കങ്ങൾ കുടുംബത്തിലെ മുതിർന്നവരുടെ മധ്യസ്ഥതയിൽ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ കാര്യത്തിൽ വലിയൊരു അരിച്ചെടുക്കൽ ഈ സമയത്ത് നടത്തേണ്ടിവരും. കൂടെയിരുന്ന് ചായ കുടിക്കുകയും പുറകിൽ ചെന്ന് കുഴുതോണ്ടുകയും ചെയ്യുന്ന വ്യാജ സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ പ്രകൃതി തന്നെ നിങ്ങൾക്ക് ചില അവസരങ്ങൾ നൽകും. അത്തരം ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദയവായി പടിയിറക്കി വിടുക. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാനസികമായ അസ്വസ്ഥതകളാണ് നിങ്ങളുടെ പകുതി രോഗങ്ങൾക്കും കാരണം എന്ന് മനസ്സിലാക്കണം. ചിന്തകൾ കാടുകയറുന്നത് നിങ്ങൾ പൂർണ്ണമായി നിർത്തേണ്ടതുണ്ട്. രാത്രികാലങ്ങളിൽ അനാവശ്യ കാര്യങ്ങൾ ആലോചിച്ച് ഉറക്കം കളയുന്ന ശീലം കർക്കടകത്തിൽ ജനിച്ചവർക്ക് പൊതുവെ കൂടുതലാണ്. ഇത് നിങ്ങളുടെ ദഹനവ്യവസ്ഥയെയും വയറിനെയും ദോഷകരമായി ബാധിക്കാൻ വലിയ സാധ്യതയുണ്ട്. ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർ ഭക്ഷണകാര്യത്തിൽ കൃത്യത പാലിക്കുക.
ദിവസേന രാവിലെ ചെറിയ രീതിയിലുള്ള വ്യായാമമോ ധ്യാനമോ ശീലമാക്കുന്നത് നിങ്ങളുടെ മാനസിക സമാധാനത്തിന് വലിയ രീതിയിൽ സഹായിക്കും. വിദേശയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ IT മേഖലയിലും നഴ്സിംഗ് മേഖലയിലുമുള്ള ആളുകൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള വലിയൊരു അവസരം ഈ സമയത്ത് ഒത്തുവരാൻ സാധ്യത കാണുന്നു. വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുകയും പുതിയൊരു ജീവിതം വിദേശത്ത് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയും ചെയ്യും. യാത്രകൾ ചെയ്യുമ്പോൾ എപ്പോഴും ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലുള്ള ഡ്രൈവിംഗ് ഈ സമയത്ത് പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഓരോ മാറ്റങ്ങളും ഒരു വലിയ കഥയുടെ തുടക്കം പോലെയാണ്. നിങ്ങൾ ഇന്നുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം പ്രകൃതി നൽകുന്ന ഒരു വലിയ സമ്മാനമായിരിക്കും വരും കാലങ്ങളിലെ നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾ. കടം തരാത്തവർ പോലും നിങ്ങളുടെ മുന്നിൽ പണവുമായി വരുന്ന ഒരു സാഹചര്യം ജ്യോതിഷപരമായ സൂചനകളിൽ തെളിയുന്നുണ്ട്. നിങ്ങളുടെ കൈകളിൽ പണം വരുമ്പോൾ പഴയതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി വാരിക്കോരി കൊടുക്കാതെ സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിനായി അതിൽ ഒരു പങ്ക് മാറ്റിവെക്കാൻ നിങ്ങൾ പഠിക്കണം. ഇത് നിങ്ങളുടെ ഭാവിക്ക് വലിയൊരു താങ്ങായി മാറും. കുട്ടിക്കാലം മുതൽക്കേ ഉള്ള നിങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരിക്കും സ്വന്തമായി നല്ലൊരു വീടും വണ്ടിയുമൊക്കെ വാങ്ങുക എന്നത്. അതിനുള്ള അത്യപൂർവമായ ഗ്രഹയോഗങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമായി വരുന്നുണ്ട്. ബന്ധുക്കളുടെ പരിഹാസങ്ങൾ കേട്ട് മടുത്ത നിങ്ങളുടെ കാതുകളിലേക്ക് ഇനി നിങ്ങളുടെ വിജയത്തിന്റെ വാർത്തകൾ മാത്രമായിരിക്കും എത്തിച്ചേരുക. ഈ അനുകൂലമായ മാറ്റങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ആത്മീയമായ ചില ശീലങ്ങൾ കൂടെ കൊണ്ടുപോകുന്നത് നല്ലതാണെന്ന് പലരും പറയാറുണ്ട്. നിങ്ങളുടെ രാശ്യാധിപനായ ചന്ദ്രന്റെ അധിദേവത പാർവതി ദേവിയായതിനാൽ ദേവീഭജനം നിങ്ങൾക്ക് ഏറ്റവും വലിയ സംരക്ഷണ കവചമായിരിക്കും. ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ദേവീക്ഷേത്രത്തിൽ പോയി ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും മാറ്റാൻ സഹായിക്കും. തിങ്കളാഴ്ച ദിവസം ഭഗവാൻ ശിവന് കൃത്യമായി ജലധാരയോ കൂവളമാലയോ സമർപ്പിക്കുന്നത് ജാതകത്തിലെ ചന്ദ്രദോഷങ്ങളെ ഇല്ലാതാക്കും. ദിവസേന രാവിലെയും വൈകുന്നേരവും വീടുകളിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. നിലവിളക്കിനു മുന്നിലിരുന്ന് ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ മുഴുവൻ തുടച്ചു നീക്കും. മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം വഴിപാടുകൾ കഴിക്കുന്നതും നിങ്ങളുടെ കഴിവിനനുസരിച്ച് പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നതും വലിയ പുണ്യമായി കരുതപ്പെടുന്നു. ആഴ്ചയിലൊരിക്കൽ വീടും പരിസരവും ശുദ്ധിയാക്കി കർപ്പൂരം കത്തിച്ചു കാണിക്കുന്നത് ദൃഷ്ടിദോഷം മാറാൻ ഉത്തമമാണ്. ഓർക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് വഴിവിളക്ക് മാത്രമാണ്, നടക്കേണ്ടത് നിങ്ങളാണ്. കഴിഞ്ഞകാല സങ്കടങ്ങളെല്ലാം ഒരു കനവുപോലെ മറന്നേക്കുക. വരാനിരിക്കുന്ന ശുഭദിനങ്ങളെ പൂർണ്ണ മനസ്സോടെ വരവേൽക്കുക. നിങ്ങളുടെ കഠിനാധ്വാനവും ദൈവാനുഗ്രഹവും ഒന്നിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രാജയോഗം തന്നെ തെളിയാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ നല്ല മനസ്സും കഠിനാധ്വാനവും ഒരിക്കലും വെറുതെയാവില്ല എന്ന് പ്രകൃതി തെളിയിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് യാതൊരുവിധ ആശങ്കകളും കൂടാതെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പുതിയ കാര്യങ്ങളിലേക്ക് ചുവടുവെക്കുക. വിജയം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വലിയൊരു പ്രചോദനമാണ്. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും പങ്കുവയ്ക്കുക. ഇതുപോലെയുള്ള ആഴത്തിലുള്ള ജ്യോതിഷ അറിവുകളും ആത്മീയ രഹസ്യങ്ങളും നിരന്തരം ലഭിക്കുന്നതിനായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഭഗവാന്റെ കാരുണ്യവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.